ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ഒരു അപൂർവ കാഴ്ച നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിട്ടോ ഈ വീഡിയോ എടുത്തത്. ഇത് നമ്മുടെ വീടിൻ്റെ മുമ്പിലെ റോട്ടിൽ 2 പാമ്പുകളുടെ പ്രകടനമാണ്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് പാമ്പുകൾ ഇണ ചേരുന്നതാണ് എന്ന്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് പാമ്പുകൾ ഫൈറ്റ് ചെയ്യുന്നതാണെന്ന്. ഫൈറ്റ് ഇൻ ദ സെൻസ് അവരുടെ ടെറിട്ടറിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇണയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വഴക്കിടുന്നതാണിതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിവേസ്, ഇങ്ങനെയുള്ള സമയത്ത് അവരുടെ അടുത്തോട്ട് പോകരുത്. പരമാവധി ദൂരത്ത് ശല്യം ഉണ്ടാക്കാതെ, ബഹളം ഉണ്ടാക്കാതെ, സൈലൻ്റായിട്ട് ശാന്തമായിട്ട് നിന്ന് ഇതിനെ ഉപദ്രവിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിതിനെ ശല്യം ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കുറേ നേരമായിട്ട് ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യായിരുന്നു. ഒരു 10-15 മിനിറ്റോളം ഞാനിതിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. ഇത് മഞ്ഞച്ചേര എന്ന് പറയില്ലേ, ഒരെണ്ണം മഞ്ഞച്ചേരയാണ്. എന്തായാലും ചേരപ്പാമ്പുകളാണ്. പക്ഷെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു, ഇങ്ങനെ തല ഇങ്ങനെ പൊങ്ങി വന്നപ്പോൾ ഈശോ ഇത് മൂർഖനാണോ, ഇനി മൂർഖനെങ്ങാനും ആണെങ്കിൽ പിള്ളേർ നടക്കുന്ന വഴിയാണല്ലോ, അതൊരു അപകടമാണല്ലോ ഇവിടെ 2 ചേട്ടന്മാരിങ്ങനെ കറങ്ങി നടക്കുന്നതെന്നൊക്കെ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് മനസ്സിലായി ഇത് വിഷമില്ലാത്ത പാമ്പാണല്ലോ ചേര. പക്ഷേ എന്നാലും 2 മുഴുത്ത ചേരയായിരുന്നു കേട്ടോ. നല്ല നീളവും മുഴുപ്പും ഒക്കെയുള്ള 2 ചേരപ്പാമ്പുകളായിരുന്നു. അവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കടിച്ച് പിടിച്ച് ബഹളം വെച്ച് അടിപിടി കൂടി ഉരുണ്ട് പടഞ്ഞ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് എഴുന്നേറ്റ് പോയി കേട്ടോ. ഇത് മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നിന്ന ഒരമ്മച്ചി പറഞ്ഞു, കുഞ്ഞെ ഇത് പാമ്പുകൾ ഇങ്ങനെ ഇണ ചേരുന്നത് കാണാൻ പാടില്ല കേട്ടോ, അങ്ങനെ കാണുന്നത് ദോഷമാണ്, അതിന് പ്രത്യേകം പ്രാർത്ഥനയും പൂജയൊക്കെ ഉള്ളതാ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സ്വാഭാവിക പ്രജനന പ്രക്രിയ മാത്രമായിരിക്കാം ഇണ ചേരുന്നതാണെങ്കിൽ. അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ വഴക്ക് കൂടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഫീലിങ്സോ വഴക്കോ പറഞ്ഞു തീർക്കുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യമില്ല, അമ്മ നമുക്ക് കയറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും 2 പേരും സ്ഥലത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ.